അനുഗ്രഹീതമായ ആത്മീയ ഗാനങ്ങൾ ആലപിച്ച ഷായ് പാഷൻ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. നമുക്കൊന്ന് രണ്ട് വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. ആദ്യം നമ്മുടെ മിനിസ്ട്രിയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയിൽ
നടക്കുന്ന പ്രോഗ്രാമുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിന് നേർനിരയിലായിരിക്കുന്ന ദേവദാസന്മാർ, പ്രത്യേക ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ മിനിസ്ട്രി ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സിനി ബാബു സിസ്റ്റർ പ്രാർത്ഥിക്കും. സിനിബാബു സിസ്റ്റർ കേൾക്കാമോ? സിനിബാബു സിസ്റ്റർ ഇല്ല പാസ്റ്റർ, ലതാ ഷാജി ഉണ്ട്. ലതാ ഷാജി. ഓക്കെ, ലതാ ഷാജി സിസ്റ്റർ. സിനിബാബു ഉണ്ടായിരുന്നു, നെറ്റ് പോയായിരുന്നു. ഓക്കെ, ലതാ ഷാജി സിസ്റ്റർ പ്രാർത്ഥിക്കും. വിഷയം ഒന്നുകൂടെ പറഞ്ഞ പാസ്റ്റർ, ഞാനിപ്പോ ഓൺ ചെയ്ത് കയറുന്നതേ ഉള്ളൂ. നമ്മുടെ മിനിസ്ട്രി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മിനിസ്ട്രി നടക്കുന്ന പ്രോഗ്രാം നേർനിരയിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ഓക്കെ. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വിശ്വസനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ലതും വിലയേതുമായ രാത്രിയുടെ നല്ല നാമത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡിയായി കടന്നു വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരനായ സ്തോത്രം. കർത്താവെ, പാട്ടുകൾ പാടി നല്ല ശുശ്രൂഷ ചെയ്യുവാൻ ആ കുടുംബത്തെ ദൈവം അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. ആത്മാവിന്റെ നിറവിൽ കർത്താവെ അവർക്ക് പാടുവാനുള്ള ദൈവകൃപ അവർക്ക് കൊടുത്തല്ലോ. ഞങ്ങളുടെ ആത്മീയ വർധനവിന് കാരണമായി തീരുവാൻ എന്റെ സ്വർഗത്തിലെ അപ്പച്ചനെ അവിടുന്ന് സഹായിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ഇതിന്റെ എല്ലാ പുത്രിക സംഘടനകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഏതെല്ലാം ദേശത്ത് ഭൂരാമ്പാടും കർത്താവ് ഇതിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് ഇതിന് ആഗ്രഹിക്കും പ്രകാരം കർത്താവ് ആയിത്തീരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണം. തെലങ്കാനയുടെ പ്രദേശത്ത് തുടങ്ങിയ പ്രവർത്തനം ഏറ്റവും അധികമായി വർദ്ധിച്ചു വരുവാൻ, ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും കർത്താവ് അനേകം കൂടി വരുവാൻ, അനേകർക്കൊരു അത്ഭുത കർത്താവ് വിഷയമായി തീരുവാൻ ഇത് ദൈവത്താൽ സംഭവിച്ച് ഞങ്ങളുടെ ദൃഷ്ടി ആശ്ചര്യം എന്ന് പറയാൻ തക്കണം. അപ്രകാരം കർത്താവെ ലോകമെമ്പാടും ഈ മിനിസ്ട്രി അധികമായി കർത്താവെ വർദ്ധിച്ചു വരുവാൻ ഇതിന്റെ വിശാലതയ്ക്ക് അവിടുന്ന് നടത്തുമാറാകണമേ. ഞങ്ങളുടെ ശ്രേഷ്ഠദാസന്മാരെ എല്ലാം അനുഗ്രഹിക്കണമേ. പുതിയ അഭിഷേകത്താൽ പുത്തൻ കൃപകളാല് എല്ലാവരെയും ദേശത്തിന്റെ നാനാഭാഗത്ത് ഐക്യമലാകണമേ. കർത്താവിന്റെ വേലയിൽ അധികമായി വർദ്ധിച്ചവരെ ദൈവം സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒക്കെ ദൈവനാമഹത്വത്തിനായി തീരാൻ എന്റെ സ്വർഗത്തിലെ അപ്പച്ച സഹായിക്കണമേ. നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കണമേ. സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, കർത്താവെ, എല്ലാവരുടെ പേരും ദൈവത്തിന്റെ ദൃഷ്ടി പറഞ്ഞ ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദാസന്മാരെ അഭിഷേകത്താൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. അവർ ഭാരപ്പെടുന്ന ശരീരവും മനസ്സ് ഭാരപ്പെടുന്ന സകല വിഷയങ്ങളുടെ മേൽ ഈ നാളുകളിൽ കർത്താവെ ദൈവവേലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെ അവിടുന്ന് ദൂരീകരിക്കുമാറാകണമേ. ദൈവവേലയിൽ അധികമായി കർത്താവെ വ്യാപൃതരെ സഹായിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ മിനിസ്ട്രി കർത്താവെ ദൈവത്താൽ അധികമായി ഉയർത്തപ്പെടുവാൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളതാകിയാൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പ്രാർത്ഥിച്ചാൽ എന്റെ കുറുകൾ ക്ഷമിക്കണം. പ്രാർത്ഥനയുടെ കുറയ്ക്കായി സ്തോത്രയുടെ ഞങ്ങൾ ഇരിക്കുന്നു. ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തുടർന്ന് നമ്മുടെ ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. സന്നിപാഷ ജഗപാഷ കയറിയിട്ടില്ലല്ലേ? ഓണാക്കാം. 8 മണിയാകുമ്പോൾ കയറുമായിരിക്കും. കയറുമായിരിക്കും അല്ലെ? 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് 1-2 വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രി ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളെ പ്രയർ ഗ്രൂപ്പുകൾ ഇപ്പൊ ഹൈദരാബാദിൽ ആരംഭിച്ചു, ഇപ്പൊ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ ആരംഭിക്കും, അതുപോലെ തന്നെ ന്യൂയോർക്കിൽ ആരംഭിക്കാനിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം ലോകം മുഴുവനാകണം. ചർച്ച് മിനിസ്ട്രി ആയിട്ട് വളർന്നു വരണം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഷായി പാഷന് പ്രാർത്ഥിക്കാമോ? ഫോൺ ചെയ്തു. ഒന്നുകൂടെ വിഷയം ഒന്നുകൂടെ പറയണേ. വിഷയം ഒന്ന് പറയുമോ? വിഷയം ഒന്ന് പറയാമോ ഒന്നുകൂടെ? നമ്മുടെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ, അതായത് ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ എല്ലാം നടക്കണം. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നു വരുന്നു. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ
നമുക്ക് ഇപ്പൊ പ്രയർ ഗ്രൂപ്പുകളെ ഹൈദരാബാദിൽ ഇപ്പോൾ ഒരെണ്ണം ഓൾറെഡി തുടങ്ങി, ഇനിയിപ്പോ ബാംഗ്ലൂരിൽ തുടങ്ങാൻ പോണു, ന്യൂയോർക്കിൽ തുടങ്ങാൻ പോണു. ലോകം മുഴുവൻ പ്രയർ ഗ്രൂപ്പ് തുടങ്ങണം, ചർച്ച് മിനിസ്ട്രി ആയിട്ട് വളർന്നു വരണം. ആ വിഷയങ്ങളെ ഓർത്ത് പരിശുദ്ധനായ അവിടുത്തെ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ദൈവമേ, വിലപ്പെട്ട ദാസൻ ഓർപ്പിച്ചതായ വിഷയങ്ങളുമായി ഞങ്ങൾ കടന്നു വരുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവമേ ബൈബിൾ സ്റ്റഡിക്കായി കടന്നു വന്ന ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ലഭിച്ച വിഷയത്തിനായി സ്തോത്രം. സ്വർഗത്തിലെ അപ്പച്ച, ഞങ്ങളുടെ ഈ പ്രയർ മിനിസ്ട്രി അത് ലോകത്തെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം നിലയിലുള്ള പ്രവർത്തനമാണ് കർത്താവേ സ്വർഗത്തിലെ അപ്പച്ചായ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്. അതെല്ലാം ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ലോകവ്യാപകമായി പ്രവർത്തനത്തെ ദൈവം മുന്നോട്ട് നയിക്കാൻ ഹല്ലേലൂയ ലീഡേഴ്സിനെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഞങ്ങളുടെ ചെയർമാനായി സ്തോത്രം, സ്തോത്ര കുടുംബത്തിനായി സ്തോത്രം, സഹപ്രവർത്തകർക്കായി സ്തോത്ര അപ്പാ, സ്തോത്ര അപ്പാ. അവരവർക്ക് ദൈവം ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നാഥാ നിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നിന്റെ ദാസന്മാരെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകാൽ ദൈവമേ വിവിധയിടങ്ങളിൽ ദൈവമേ 3 സ്പോട്ടിൽ തുടങ്ങി വെച്ചിരിക്കുന്നതായ ഹല്ലേലൂയ ചർച്ച് മിനിസ്ട്രി ദൈവമേ പ്രയർസിൽ ഞങ്ങൾ ഓർത്തെ പ്രാർത്ഥിക്കും. ഹൈദരാബാദ് തുടങ്ങിയതായ പ്രവർത്തനത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് ദൈവം വിവിധയിടങ്ങളിലേക്ക് ദൈവം മിനിസ്ട്രി വ്യാപരിക്കാൻ പോകുന്നു. ചർച്ച് മിനിസ്ട്രിക്കായി സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ദൈവമേ ഹല്ലേലൂയ കടന്നു വരുന്ന മുമ്പ് തന്നെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുക, സഭ അഭിവൃദ്ധിപ്പെടുക, ദൈവ രക്ഷയ്ക്ക് തുടങ്ങിയ പ്രവർത്തനം ദൈവമേ വിശാലമായി കൂടുവാൻ ദൈവം സഹായിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളോട് സ്വർഗത്തിലെ അപ്പ ഞങ്ങളുടെ അപേക്ഷയാചരണം കൈക്കൊണ്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ദൈവദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. സെന്റ് പാഷ കയറിയിട്ടില്ലല്ലോ, നമുക്ക് അതിന് ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ? പ്രൈസ് ലോർഡ്. ഇല്ലെങ്കിൽ പാഷ എടുത്തോളൂല്ലോ. ജേക്കബ് പാഷ കയറിയില്ലെങ്കിൽ പാഷ എടുത്തോളൂല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. വെള്ളിയാഴ്ച തോറും നടക്കുന്ന വചന പരമ്പര ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹീതമായ നിലയിൽ ഹല്ലേലൂയ ക്ലാസുകൾ നയിക്കുന്ന ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അനുഗ്രഹീതമായ നിലയിൽ ദൈവനെ ശുശ്രൂഷിക്കാൻ ദാസനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്ക് അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ, ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതുവാൻ ഹല്ലേലൂയ സ്തോത്രം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ദൈവജനത്തെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണം. വചനം പഠിപ്പിക്കാൻ നിന്റെ ദാസനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസൻ എത്തിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽ പാസ്റ്റർ ജേക്കബ് അഞ്ചൽ പാസ്റ്റർ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതല്ലേ? പാസ്റ്റർ ആദ്യമായിട്ട് മിനിസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ക്ഷണിച്ചോളൂ. ആമേൻ. പ്രൈസ് ലോർഡ്. ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, കേൾക്കാം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ദേവദാസൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കയറിയിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം മുന്നെയാണ് ദേവദാസന് എന്നെ വിളിച്ചു പറഞ്ഞത്, മീറ്റിങ്ങിലായതുകൊണ്ട് കയറാൻ പറ്റത്തില്ല, എഫേസ്യ ലേഖനത്തിൽ നിന്ന് എടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. എന്നാൽ ദേവദാസൻ തുടർന്ന് വെച്ചതായതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ആ 4ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകളൊക്കെ ഇന്ന് ഡിസ്കണ്ടിന്യൂ ആകാതിരിക്കാൻ ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 4ാം അധ്യായമാണ്, എഫേസ്യ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ എഫേസ്യ ലേഖനത്തെ കുറിച്ച് നമുക്ക് അറിയാം. എഫേസ്യ ലേഖനം സഭയെ പ്രതികരിച്ചാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. തലയായ ക്രിസ്തു, ശരീരമായ സഭ. നമുക്ക് അവിടെ എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമുക്ക് ആദ്യം
അവിടെ പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അവിടെ ആദ്യം എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ കാണുന്നത്, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അവിടെ വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികളുമായവർക്ക് എഴുതുന്നതാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണുന്നത്. തലയായ ക്രിസ്തുവിനെ കുറിച്ചും ശരീരമാകുന്ന സഭയെ കുറിച്ചും ആണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിഞ്ഞത്. സഭ എപ്രകാരമായിരിക്കണം 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-ാം അധ്യായം തൊട്ട് 10 വരെ എടുത്തതായിട്ട് എന്നോട് പറഞ്ഞു. അവിടെ ആത്മാവിന്റെ ഐക്യതയെക്കുറിച്ചാണ് പറയുന്നത്. സഭയിൽ എപ്രകാരം ഐക്യതയോടെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് അവിടെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞ, കർത്തൃസേവ നിമിത്തം ബന്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. അവിടെ അങ്ങനെ കാണുന്നത്, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം എന്ന് അവിടെ പഠിച്ചതായിട്ട് നമുക്കറിയാം. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടെ, അവിടെ പറയുന്നു പൂർണ്ണ വിനയത്തോടെ. അവിടെ സഭയുടെ നടപ്പ് എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എങ്ങനെയാണ് നടക്കേണ്ടത്, സഭയുടെ നടപ്പ് എപ്രകാരമായിരിക്കണമെന്ന് അവിടെ പഠിച്ചത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, പൂർണ്ണമായ വിനയത്തോട് നമ്മൾ നടക്കണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലും പറയുന്നുണ്ട്, നമ്മൾ വിനയത്തോടെ നടക്കണം. മത്തായി സുവിശേഷം 11:29 പറയുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. നമ്മൾ വിനയത്തോടെ വേണം നടക്കണം. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, സൗമ്യതയോടെ നടക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. നമ്മുടെ നടപ്പ്, നമ്മുടെ സഭയ്ക്കകത്ത് സൗമ്യതയോടെ നടക്കണം. അതിന്റെ റെഫറൻസ് നമുക്ക് അതിനകത്ത് സൗമ്യതയോടെ കുറിച്ച് നമുക്ക് 2 കൊരിന്ത്യർ 10:1 നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 10:1 നമുക്ക് ആമേൻ സൗമ്യതയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിനകത്ത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4:5 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അപ്പൊ നോക്കിയാൽ നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയുവാൻ തക്കവണ്ണം ഒരു സൗമ്യതയുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സൗമ്യതയുള്ളവരായി മാറണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. 5-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം നിങ്ങൾക്ക് ഒന്നെടുക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അവിടെ 3-ാം വാക്യത്തിൽ, 5-ാം അധ്യായം 3-ാം വാക്യം അവിടെ ഇങ്ങനെ നോക്കിയേ, കഷ്ടത സഹിഷ്ണുതയും ചിത്തത പ്രത്യാശയെ ഉളവാക്കുന്നു. കണ്ടോ? അപ്പൊ നോക്കിയേ, കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അപ്പൊ നോക്കണം, അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി. അപ്പോൾ സഭയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാ. നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മൾ മോചനം ലഭിച്ചു. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം അതുകൊണ്ടാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ ഒരിക്കൽ നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. അപ്പോൾ നോക്കിയേ, വിശ്വാസത്തിൽ വന്നതിന് ശേഷം, നീതീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ഒരു വ്യക്തി സൗമ്യനായി മാറണമെങ്കിൽ നമ്മൾ കഷ്ടതയിലൂടെ നമ്മുടെ പോകുന്ന കഷ്ടതയിലൂടെ ആ കഷ്ടത സഹിഷ്ണുതയെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കണം, നമ്മുടെ ജീവിതത്തിനകത്തു വരുന്ന കഷ്ടത, ആ കഷ്ടത നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കുന്നു, സഹിക്കുവാൻ പഠിപ്പിക്കുന്നു, സഹനത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ നല്ല ഒരു സഹനശക്തിയുള്ള ഒരു വ്യക്തിക്ക് നോക്കിയേ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധത. അപ്പോൾ സിദ്ധത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നല്ല സ്വഭാവ ഗുണം, സൗമ്യത. അപ്പോൾ നോക്കിയ കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രത്യാശ ഉളവാകണമെങ്കിൽ
സിദ്ധതയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം, നല്ല സൗമ്യതയുള്ള ഒരാളായി മാറണം. അപ്പൊ നോക്കണം, നമ്മുടെ സൗമ്യതയിൽ നടക്കണം. അവർ നല്ല നമ്മളൊരു സൗമ്യനായി മാറേണ്ടതിന് നമ്മൾ കഷ്ടതയിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കുവാനുള്ള മനസ്സ് നമുക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയായി മാറുക. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സഭയ്ക്കകത്ത് നമ്മൾ ഒരു സൗമ്യനായി നോക്കിയേ, നല്ലൊരു സൗമ്യനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഭക്തനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് നമുക്ക് ഞാൻ ഒരു റെഫറൻസും കൂടി ഞാൻ പറഞ്ഞുതരാം. റെഫറൻസ് 2 പത്രോസ് 1:5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ സൗമ്യതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നോക്കിയേ, 5-ാം അധ്യായത്തില് അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും, കണ്ടോ, അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകേണ്ടത്? ഉത്സാഹമുള്ള വ്യക്തിയായിരിക്കണം. വായിക്കുവാനുള്ള ഉത്സാഹം, പ്രാർത്ഥിക്കുവാനുള്ള ഉത്സാഹം, സഭയിൽ പോകുവാനുള്ള ഉത്സാഹം, വചനം പഠിക്കുവാനുള്ള ഉത്സാഹം, പ്രസംഗിക്കുവാനുള്ള ഉത്സാഹം, ആമേൻ പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കുവാനുള്ള ഉത്സാഹം, അതുകൊണ്ടൊക്കെ തന്നെ വചനം വായിക്കുവാനുള്ള ഉത്സാഹം കഴിച്ച്, ഇനി അത് കഴിഞ്ഞ് പറയാ നിങ്ങളുടെ വിശ്വാസത്തോടെ. അപ്പൊ 1 ഉത്സാഹം ഉണ്ടായിരിക്കണം, 2 ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, 3 വിശ്വാസത്തോടെ വീര്യം, സ്ട്രെങ്ത് എന്നാ പറയുന്നത്. നമ്മൾ വിശ്വാസത്തിനകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. വിശ്വാസത്തിനകത്ത് ഒരു ഉറപ്പാണ്, സ്ട്രെങ്ത് ആണ്. ആമേൻ. അതുകൊണ്ട് തന്നെ വീര്യത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയോടെ ഭക്തിയുടെ സഹോദരപ്രീതി, ആമേൻ പ്രൈസ് ഗോഡ്, സ്നേഹത്തോടും, ആമേൻ പ്രൈസ് ഗോഡ്. നോക്കിയേ, ഈ ഒരു ഭക്തനായി മാറണമെങ്കിൽ ഈ ഘട്ടത്തിലൂടെ നമുക്ക് പോയേ പറ്റും. ഒരു സൗമ്യതയല്ല, നമുക്ക് ഉത്സാഹവും വിശ്വാസവും വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയജയവും സ്ഥിരതയുമുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ഒരു സൗമ്യനായി മാറുവാൻ. യാക്കോബിന്റെ ലേഖനം എടുത്തു കഴിഞ്ഞാൽ, യാക്കോബിന്റെ ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ 19 വരെയുള്ള വാക്യം, ഒരു സൗമ്യനായിരിക്കുവാൻ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ചില ഗുണങ്ങൾ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19 തൊട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും, അപ്പോൾ നോക്കിയേ, ഒരു സൗമ്യനെ എങ്ങനെയുള്ളവനായിരിക്കും അറിയാം? ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയുണ്ട്. അപ്പോൾ കേൾക്കുവാൻ വേഗതയുള്ള ഒരുവനായിരിക്കണം. അപ്പോൾ നോക്കണം, യാക്കോബ് പറയാ, നിങ്ങൾക്ക് കേൾക്കുവാൻ വേഗതയുള്ളവനായിരിക്കണം, എന്നാൽ പറയുവാൻ താമസമുള്ളവനായിരിക്കണം. നമ്മൾ ആമേൻ പ്രൈസ് ഗോഡ്, പറയുവാൻ വേഗതയുള്ളവനാ. പറയുവാൻ നമ്മൾ വേഗതയുള്ളതായി പറയുമ്പോൾ, ആമേൻ പ്രൈസ് ഗോഡ്, ഒരു സൗമ്യനെന്നുള്ള ഒരു ലേബല് നമ്മളെ വിട്ടുമാറും. അപ്പോൾ നമുക്ക് അത് മുൻകോപത്തിന്റെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നത് മുൻകോപമായിരിക്കും. അപ്പോൾ നോക്കണം, കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവനുമായിരിക്കണം. വളരെ വ്യക്തമായിട്ടാണ് അവിടെ യാക്കോബ് പറയുന്നത്. കോപത്തിന് താമസമുള്ളവനായിരിക്കണം. നമുക്കറിയാം, ഒരുവനോട് കോപിച്ചു കഴിഞ്ഞാൽ പാപത്തിന് വിധേയപ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ നിരപ്പ് പ്രാപിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ നിരപ്പ് പ്രാപിക്കണം. പലപ്പോഴും നമ്മുടെ സഭയ്ക്കകത്ത് അത് നടക്കുന്നില്ല. പൊട്ടിത്തെറിച്ച് വേഗത്തിൽ കേൾക്കുന്നതിന് മുന്നമേ നമ്മൾ പൊട്ടിത്തെറിക്കുക. അപ്പോൾ സഭയ്ക്കകത്ത് പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോടെ നടക്കണം, ദീർഘക്ഷമയോടെ നടക്കണം. കണ്ടോ, അവിടെ നോക്കണം, ദീർഘക്ഷമയോടെ നടക്കണം, അവിടെ സൗമ്യതയോടെ നടക്കണം. സൗമ്യതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദീർഘക്ഷമയോടെ നടക്കാൻ പറ്റൂ. നമുക്ക് ക്ഷമിക്കുന്നവരായി മാറണം. അവിടെ നിരന്തരമായി ക്ഷമിക്കുക, ദീർഘമായി ക്ഷമിക്കുക. നമ്മൾ 1 വട്ടം ക്ഷമിച്ചു, 2 വട്ടം ക്ഷമിച്ചു, പലവട്ടം ക്ഷമിക്കുന്നത് നമ്മുടെ യേശു ദീർഘക്ഷമയുള്ള മനുഷ്യനായി, ദീർഘക്ഷമയുള്ള യേശു. ആമേൻ. യേശുവിന്റെ സ്വഭാവം, ആമേൻ പ്രൈസ് ഗോഡ്, സൗമ്യനായിരുന്നു.
ആമേൻ പ്രൈസ് ഗോഡ്. ദീർഘക്ഷമയുള്ളവന്. ആമേൻ നോക്കിയേ, നമുക്ക് ദീർഘക്ഷമ ഉണ്ടാകണം, സൗമ്യതയോടെ കൈകൊള്ളണം. ആമേൻ നോക്കിയേ, കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന് നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. അപ്പോൾ ഒരു സൗമ്യനായ ഒരു വ്യക്തിക്ക് മാത്രമേ വചനം കൈക്കൊള്ളുവാനും കഴിയൂ. അപ്പോൾ നമുക്ക് തിരിച്ചിവിടെ വരാം. ആമേൻ പ്രൈസ് ഗോഡ്. അവിടെ നമ്മൾ പഠിച്ച ഭാഗത്ത് ഈ എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ സഭയെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറഞ്ഞു: പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോടെ നടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കാണാം, ഒരു സഭ ദീർഘക്ഷമയോടെ നടക്കുന്ന വ്യക്തികളായിരിക്കണം. നമ്മൾ ദീർഘക്ഷമ, ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും ദീർഘക്ഷമയോടെ നടക്കുന്നതിനെ കുറിച്ച്. അതുകൊണ്ടൊക്കെ തന്നെ ഐക്യതയോടെ നടക്കണം, ഐക്യതയോടെ നടക്കുവാൻ കഴിയണം. അപ്പോൾ ഐക്യതയോടെ നടക്കുന്നതിനെ കുറിച്ച് ഒന്ന് യോഹന്നാൻ 17:21, 1 കൊരിന്ത്യർ 12:13 നമുക്ക് കാണുവാൻ കഴിയും. ഐക്യതയോടെ ഇവിടെ നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ കണ്ടത്. ഐക്യതയുടെ ആത്മാവിനെ, അതൊക്കെ 3:4-3 നിങ്ങൾ കണ്ടു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുവീൻ, സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. കണ്ടോ, ആ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുക എന്ന് പറയും, ദീർഘക്ഷമയോടെ നടക്കുകയും ചെയ്യുക. ആമേൻ പ്രൈസ് ഗോഡ്. ഇനി ആമേൻ പ്രൈസ് ഗോഡ്, നമ്മൾ ജാതികളെ പോലെ നടക്കരുത്. എഫേസ്യർക്കെഴുതിയ 4:17 പറയുന്നു, ജാതികളെ പോലെ നമ്മൾ നടക്കരുത്. പഴയ നിയമത്തിനകത്ത്, ലേവ്യ പുസ്തകത്തിനകത്ത് 18-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ ഇസ്രായേൽ ജനത്തിനോട് പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അപ്പോൾ നോക്കിക്കേ, മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും ആകരുത്. അപ്പോൾ നോക്കിക്കേ, മിസ്രയീം ദേശത്തിലെ നടപ്പ് വിഗ്രഹാരാധന, ബഹുദൈവാരാധന. ആമേൻ പ്രൈസ് ഗോഡ്. അവിടെ ബഹുദൈവാരാധന, ആ നടപ്പ് നമ്മൾ പാടില്ല. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഈ കാലഘട്ടത്തിനകത്തും സഭയ്ക്കകത്ത് വിഗ്രഹാരാധനയുണ്ട്. ദ്രവ്യാഗ്രഹത്തിന്റെ ആധിക്യം കൊണ്ട് വിഗ്രഹാരാധനയായി പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ബഹുദൈവാരാധന. ആമേൻ പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ ദൈവത്തെ വിട്ട് മനുഷ്യനെ കൂടുതലായി ആദരിച്ചാലും അതൊരു വിഗ്രഹാരാധനയാണ്. പിന്നെ ചില സഭകളിലൊക്കെ നമ്മള് ദൈവദാസന്മാരോ ദൈവത്തെക്കാൾ കൂടുതൽ ദൈവദാസന്മാരെ ആദരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പോലും പോകുന്ന സഭകളൊക്കെ ഉണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. കനാന്യ നടപ്പ് എന്താണ്? കുത്തഴിഞ്ഞ ജീവിതം, കുത്തഴിഞ്ഞ ലൈംഗികത. അതാണ് കനാൻ ദേശത്തിലെ നടപ്പ്. അപ്പോൾ നോക്കിയേ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്, അവരുടെ മര്യാദ ആചരിക്കരുത്. അവിടെ നോക്കണം. ആമേൻ. അവിടെ നമുക്ക് വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ആമേൻ പ്രൈസ് ഗോഡ്, ജാതികളെ പോലെ നടക്കരുത്. നിങ്ങൾ ജാതികളെ പോലെ നടക്കരുത്. നമ്മൾ വേർപെട്ടവരാ. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾ വേർപെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. അപ്പോൾ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നമ്മൾ ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കണം. ആ ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാതികളെ പോലെ നടക്കേണ്ടവരല്ല, ഈ ലോകത്തിന് അനുരൂപമായി നടക്കേണ്ടവരല്ല. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപമായി നമ്മൾ നടക്കരുത്. കനാൻ ദേശത്തെ പോലെ, നിങ്ങൾ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തെ പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ വിട്ടിട്ട് പോന്ന മിസ്രയീം ദേശത്തിലെ പോലെ നടക്കരുത്. അപ്പോൾ നമുക്ക് അവിടെ എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, അവിടെ എന്താണ് കാണുവാൻ? ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചും പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവിടെ നോക്കിയ സഭയ്ക്കകത്ത് ജാതികളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നടക്കരുത്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിലൊക്കെ സഭയുടെ വിശുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമുക്കറിയാം ഈ സഭയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അക്ഷരികമായ സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭ ഏതാണ്?
നമ്മൾ തന്നെയാണ് സഭ. നമ്മുടെ ശരീരമാകുന്ന ഈ മന്ദിരമാ നമ്മൾ ഈ ശരീരമാകുന്ന മന്ദിരം ദൈവത്തിന്റെ സഭയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാനൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് മർമ്മം? മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ക്രിസ്തു നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിന്റെ പത്രമായിരിക്കണം. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായിരിക്കണം. ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി, അത് നമുക്ക് കാണാൻ അറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി, ക്രിസ്തുവിന്റെ പകരക്കാരനായി ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ക്രിസ്തുവിന്റെ പകരക്കാരനായാണ് പൗലോസ് നിന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പകരക്കാരനായി, ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി, ക്രിസ്തുവിന്റെ പത്രമായി, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നിൽക്കുവാൻ കഴിയണം. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിന്റെ പത്രമായി നമ്മൾ കാണണം. ആമേൻ, പ്രൈസ് ഗോഡ്. അവിടെ ജ്ഞാനികളായി നടക്കണം. അപ്പോൾ സഭയുടെ നടപ്പ്, ഞാൻ അവിടെ ആ ഒരു ഭാഗം എടുത്തിട്ട് 3-4 പോയിന്റ് കൂടെ പറയാനിരിക്കുന്നു. അപ്പോൾ സഭയുടെ നമ്മുടെ നടപ്പ് പൂർണ്ണ വിനയത്തോടെ നടക്കണം. 2 സൗമ്യതയോടെ നടക്കണം. 3 ദീർഘക്ഷമയോടെ നടക്കണം. 4 ഐക്യതയോടെ നടക്കണം. 5 ജാതികളെ പോലെ നടക്കരുത്. 6 ജ്ഞാനികളെ പോലെ നടക്കണം. അത് എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവീൻ. അത് കഴിഞ്ഞ് എഫേസ്യർക്ക് 5:9 പറയുന്നു, വെളിച്ചത്തിൽ നടക്കണം. അപ്പോൾ നമ്മുടെ നടപ്പ്, നമ്മുടെ സഭയുടെ നടപ്പ്, ആമേൻ, പ്രൈസ് ഗോഡ്, നമ്മൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കണം. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൽ നടക്കണം. നമ്മൾ ഇരുട്ടിലല്ല, ഇരുളിന്റെ മറവിലല്ല നമ്മൾ നടക്കേണ്ടത്. ഇരുട്ടിന്റെ അനുയായികളല്ലട്ടല്ല നമ്മൾ നടക്കേണ്ടത്. വെളിച്ചത്തിൽ നടക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. അത് കഴിഞ്ഞ് നമ്മുടെ സഭയുടെ പ്രവൃത്തി ഈ ഭാഗത്തുനിന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. സഭയുടെ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് 4-ാം അധ്യായം 20 നിങ്ങൾ 4-ാം അധ്യായം 11 തൊട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് ഇതിനെ പറയുന്നു. 5 ഫോൾഡ് മിനിസ്ട്രി. അപ്പോൾ 5 ഫോൾഡ് മിനിസ്ട്രി ഏതൊക്കെയാണ്? നമ്മുടെ 5 ഫോൾഡ് മിനിസ്ട്രി അപ്പോസ്തലന്മാരായി, 1 അപ്പോസ്തോലന്മാരായി തിരഞ്ഞെടുത്തു, 2 പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു, 3 സുവിശേഷകന്മാരായി തിരഞ്ഞെടുത്തു, 4 ഇടയന്മാരെ തിരഞ്ഞെടുത്തു, 5 ഉപദേഷ്ടാക്കന്മാരെ തിരഞ്ഞെടുത്തു. ഈ 5 ഫോൾഡ് മിനിസ്ട്രിയും കൂടെ ചേർന്നാണ് സഭ. ആമേൻ, പ്രൈസ് ഗോഡ്. നമ്മുടെ സഭയിൽ ഈ 5 മിനിസ്ട്രിയും ഉണ്ട്. ഈ 5 മിനിസ്ട്രിയും ഉണ്ട്. എല്ലാ ദൈവദാസന്മാർക്കും പ്രവചനവരം കൊടുത്തിട്ടുണ്ട്. എല്ലാ ദൈവദാസന്മാർക്കും പ്രവചനവരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രവാചക ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു പ്രവാചക എന്ന നിലവാരത്തിലേക്ക് ഒരു ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ്, പ്രവചനമുണ്ട്. എന്നാൽ നിരന്തരമായി ആ പ്രവചനത്തിന് ഒഴുക്കുണ്ടാകണമെന്നില്ല. ദൈവാത്മാവ് സംസാരിക്കും. അപ്പോൾ പ്രവാചക ശുശ്രൂഷയും സുവിശേഷകന്മാരായും ഇടയന്മാര് പാസ്റ്റർമാര് ഉപദേശകന്മാരായി എക്സോട്ടർ ലഭിച്ചവർ, ആമേൻ, പ്രൈസ് ഗോഡ്. ഈ 5 ഫോൾഡ് മിനിസ്ട്രി നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. അത് പാസ്റ്റർ വിശദമായി നല്ലൊരു സബ്ജക്റ്റ് ആണ്. അത് ക്ലാസ്സുകൾ പല ദിവസങ്ങൾ എടുത്തിട്ട് ആരാണ് പ്രവാചകന്മാർ, ആരാണ് സുവിശേഷകന്മാർ, ആരാണ് ഇടയന്മാർ, ഇടയന്മാരുടെ ഉത്തരവാദിത്വം എന്താണ്, ദൗത്യം എന്താണ്, ഉപദേശകന്മാർ എന്താണ്, ഉപദേശം എന്താണ് എന്ന് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം തൊടുന്നില്ല. ആമേൻ, പ്രൈസ് ഗോഡ്. എന്നാൽ സഭയുടെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തി എന്താണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു 4-5 പോയിന്റ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1, 4:22 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 നമുക്ക് കാണുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പോൾ നോക്കണം, സഭ ആരാണ്? ആമേൻ, പ്രൈസ് ഗോഡ്. നമ്മൾ എടുക്കപ്പെടുന്ന സഭ, മണവാട്ടിയാകുന്ന സഭ. ആമേൻ, പ്രൈസ് ഗോഡ്. മണവാട്ടിയാകുന്ന സഭ, ഞാനാകുന്ന സഭ, നിങ്ങളാകുന്ന സഭ, നമ്മൾ ഓരോരുത്തരുമാകുന്ന സഭ. ആമേൻ, പ്രൈസ് ഗോഡ്. ഈ സഭ, ആമേൻ, പ്രൈസ് ഗോഡ്, അവിടെ എന്താണ് പറയുന്നത്? 4:28 പറയുന്നു, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം.
അപ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ മരിച്ചവരായിരുന്ന നമ്മളെയും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫേസ്യരോട് പറയുക, വിശുദ്ധന്മാരോട് പറയുക. അവിടെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടു ആരോടെ സംസാരിക്കുന്നത്? വിശുദ്ധന്മാർ, ക്രിസ്തുയേശുവിൽ വിശ്വാസികളായവർ. അപ്പോൾ വിശുദ്ധന്മാരോടാ പറയുന്നത്. അവർ വിശുദ്ധന്മാരായിരിക്കണം. ആരാണ് വിശുദ്ധന്മാര് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. ആരാണ് വിശ്വാസികൾ എന്ന് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാ. ഈ യേശുവിൽ വിശ്വസിച്ച് എന്റെ പാപത്തിന് പരിഹാരകനായി യേശു കാൽവറിയിൽ യാഗമായി ആ യേശുവിന്റെ രക്തത്തിലൂടെ എനിക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു, ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു എന്നുള്ള ഉത്തമ ബോധ്യമാണ് അവൻ യേശുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് കാരണമായത്. അവൻ അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മൾക്കറിയാം, യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇതാ യേശുവിനെ നോക്കി പറയുന്നു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കണ്ടോ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെയും നിങ്ങളുടെയും നമ്മുടെയും ഈ ലോകത്തിലെ സകല മാനവരാശികളുടെയും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരകനായി യേശു കാൽവറിയിൽ യാഗമായി. ആ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ, ആ യേശുവിന്റെ രക്തത്തിലൂടെ നമ്മുടെ സകല പാപങ്ങളും കഴുകപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അതിക്രമങ്ങളാൽ, ഒരിക്കൽ ഞാൻ അതിക്രമത്താൽ ജീവിച്ചു, പാപത്തിലായിരുന്നു, പക്ഷെ ഞാൻ മരിച്ചു. അപ്പൊ ഞാൻ മരിക്കണം. അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ മരിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. 2 കൊരിന്ത്യർ 5 നമുക്ക് കാണുവാൻ കഴിയും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. അവൻ പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ നമുക്ക് പഴയത് നമ്മൾ വിട്ടുകളഞ്ഞേ പറ്റൂ. നമ്മൾ പലപ്പോഴും പ്രസംഗര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാമ്പ് നമ്മുടെയൊക്കെ ചിലപ്പം മാനസാന്തരമൊക്കെ പാമ്പ് പടം കളയുന്നത് പോലെ. പാമ്പിന്റെ പടം ഉരിഞ്ഞു കളയുമ്പം പാമ്പ് അത് പുതിയതായി മാറുന്നുണ്ടോ? പാമ്പിന്റെ സ്വഭാവം എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും എന്നാൽ മനസ്സുകൊണ്ട് ആ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ട് നമ്മുടെ ജഡത്തെ മരിപ്പിക്കാതെ ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാവർക്കും ആള് മാറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മോശ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടുത്തത്തില്ലായിരുന്നു. ഞങ്ങളെ സഹോദരന്മാരെ അന്വേഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച മോശ എബ്രായനും മിസ്രൈമ്യനും കൂടി അടി കൂടുന്ന കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ താത്തു വെച്ചു. പിറ്റേ ദിവസം വീണ്ടും ചെന്നു എബ്രായനും കൂടെ നമ്മളിൽ അടി കൂടുന്ന കണ്ടപ്പോൾ ആമേൻ താക്കീത് ചെയ്തപ്പോൾ നീ ഇന്നലെ മിസ്രൈമിനെ അടിച്ചു കൊന്നു, അതുപോലെ ഞങ്ങളെ കൊല്ലുവാൻ വന്നതാണോ? ആമേൻ രാജാവ് പറഞ്ഞപ്പോൾ അവിടെ എത്ര കോപിഷ്ഠനായിരുന്നു. അവിടെ നമുക്കറിയാം വളരെ കോപമുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ സംഖ്യാപുസ്തകത്തില് ലേവ്യ സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, 12-ാം അധ്യായത്തിൽ അവിടെ കാണുന്നത് എങ്ങനെയാണ് നോക്കിക്കേ. 3-ാം വാക്യം, മുൻകോപിയായ മോശയെ കുറിച്ച് പിന്നെ 12-ാം അധ്യായത്തിൽ പറയുന്നത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. കണ്ടോ, കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് മിരിയാമ്മ അഹരോനും നോക്കിയെ വിരോധമായി സംസാരിച്ചു. അതിന്റെ ശിക്ഷ മിരിയാമും വാങ്ങിച്ചു. ആമേൻ പ്രൈസ് ഗോഡ്. അത് നോക്കിയെ ആ സമയത്താണ് പറയുന്നത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചു മരുഭൂമിയിലിട്ട് സൗമ്യത പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം, കഷ്ടത നമ്മളെ ചില സൗമ്യത പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടതയുടെ ചൂളയിലൂടെ നമ്മളെ കടത്തിവിടും. ചിലപ്പോൾ നല്ല ശുശ്രൂഷകന്മാരുടെ ഭവനത്തിനകത്ത് സമാധാനം കാണത്തില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ സമാധാനം തരത്തില്ല. ചിലരെ സൗമ്യത പഠിപ്പിക്കാൻ വേണ്ടി ഭവനത്തിനകത്ത് ഭാര്യ സമാധാനം കൊടുക്കത്തില്ല. വളരെ ചിട്ടയുള്ള ചില വ്യക്തികളായിരിക്കും ശുശ്രൂഷകന്മാർ. ചിലപ്പോൾ വളരെ ചിട്ടയുള്ളവരായിരിക്കും, കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും. എന്നാൽ നമ്മളെ ചില സൗമ്യത പഠിപ്പിക്കാൻ വേണ്ടി
നമ്മൾ നല്ല ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമ്മൾ അടുക്കും ചിട്ടയില്ലാതെ വാരി വലിച്ചിട്ട് പൊട്ടിത്തെറിക്കും. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കാം. എന്നാൽ പൊട്ടിത്തെറിക്കാതെ ഒരു അനുഭവത്തിലേക്ക് വരുന്നത് വരെ ചിലപ്പോൾ ദൈവത്താൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി പ്രകോപനം ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ പരിഹസിക്കും, നിന്ദിക്കും. ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളിൽ ഉണ്ടാകുന്ന ബലഹീനതയായ മുൻകോപത്തെ പിശാച് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അതിനകത്ത് വീണു പോകാതെ എന്റെ മുൻകോപത്തെ ഞാൻ തന്നെ മരിപ്പിച്ച് നല്ലൊരു സൗമ്യതയിലേക്ക് വരുവാൻ. അതുകൊണ്ടാ പൗലോസ് ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിലൂടെ പോകും. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അവിടെ കഷ്ടതയുള്ളവന് കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ സഹിഷ്ണുത പഠിക്കണം. കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിടുമ്പോൾ മാത്രമേ അവൻ സഹിഷ്ണുത പഠിക്കൂ. സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു സ്വഭാവ ഗുണത്തിന്റെ ഉടമസ്ഥനായി മാറുവാൻ കഴിയൂ, അല്ലെങ്കിൽ സൗമ്യനായി മാറുവാൻ കഴിയൂ. സൗമ്യത ഉള്ളവന് മാത്രമേ പ്രത്യാശ ഉളവാകൂ, ഉണ്ടായി വരൂ. അങ്ങനെയുള്ളവന് പ്രത്യാശ ഉണ്ടാകും. എനിക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശയുണ്ട്, നിത്യതയെ കുറിച്ചുള്ള ഒരു പ്രത്യാശയുണ്ട്, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന ഒരു പ്രത്യാശയുണ്ട്. അവിടെ നോക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. ഇവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു വീഴുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പൊ നമ്മൾ ഉയർത്തോ? ഇല്ല, ഉയർപ്പിച്ചു. അവിടെ അങ്ങനെ പറയുന്നത്. അവിടെ ഉയർപ്പിച്ചിരുത്തിയൊക്കെയാ. അതൊക്കെ അപ്പോൾ മരിക്കണം. ഇവിടെ പറയുന്നു, നമ്മള് അവിടെ ഇങ്ങനെ പറയുന്നത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. ഇത് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. അവിടെ എങ്ങനെയാണ് നോക്കിയാൽ, അവിടെ 3-ാം അധ്യായം നിങ്ങൾ 8 തൊട്ട് വായിക്കുമ്പോൾ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളയുവീൻ. കേട്ടോ, വിട്ടുകളയേണ്ടതാ. അപ്പോൾ എന്ത് കളയണം? വിട്ടുകളയണം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളയണം. അന്യോന്യം ഭോഷ്കു പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോട് കൂടെ ഉരിഞ്ഞു കളയണം. അപ്പടി നോക്കിയേ, നമ്മളിൽ കോപമുണ്ടാകരുത്, ക്രോധമുണ്ടാകരുത്, ഈർഷ്യ ഉണ്ടാകരുത്, വായിൽ വരുന്ന ദൂഷണമോ ദുർഭാഷണമോ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ പഴയ മനുഷ്യനെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞില്ല, വേർപെട്ടില്ല. നമ്മൾ വേർപെട്ടു എന്ന് പറയുകയും വേർപെടാതിരിക്കുകയും ചെയ്യുക. ഇന്നത്തെ പെന്തക്കോസ്തിന്റെ അധപതനം അങ്ങനെ. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ടിട്ടല്ല സ്നാനപ്പെട്ടിട്ടുള്ളത്. മാനസാന്തരം എങ്ങനെ ആയിരിക്കണം മാനസാന്തരപ്പെടേണ്ടത്? അവിടെ മാനസാന്തര ജീവിതം, മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം, സ്നാനപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ എങ്ങനെയായിരിക്കണം? ക്രിസ്തുവിന്റെ പാപം എന്നിൽ ഉണ്ടായിരിക്കണം. എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. എന്നിലൂടെ ക്രിസ്തു വെളിപ്പെട്ട് വരണം. നമുക്കറിയാം, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പാടി ആരാധിക്കുകയാണ്. പാടി ആരാധിക്കുമ്പം അവർ പാടി ആരാധിക്കുക. അവിടെ സക തടവുകാർ കൂടെയുണ്ട്. ആ സക തടവുകാർ കൂടെയുള്ളപ്പോൾ അവർ വ്യത്യസ്തമായാണ് ഇവരെ കണ്ടതെന്ന് ഞാൻ ചിന്തിക്കുക. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കൊണ്ടിട്ടു. അപ്രൈസ് മറ്റുള്ളവരെല്ലാം ഇവരെ ശ്രദ്ധിച്ചു. അവർ പാടി ആരാധിച്ചു. അവരുടെ ചങ്ങലകൾ മാത്രമല്ല, അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന തടവുകാരുടെ, അവരെ നോക്കിയിരുന്ന, അവരെ കണ്ടിരുന്ന, അവരെ നോക്കിക്കൊണ്ടിരുന്നവരുടെ തടവുകാരുടെ ചങ്ങലയും കൂടെ അഴിഞ്ഞു വീണത്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മളെ നോക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നെ നോക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതം നോക്കുന്ന, എൻ്റെ സംസാരത്തെ ശ്രദ്ധിക്കുന്ന, എൻ്റെ കുടുംബജീവിതത്തെ നോക്കുന്ന, എൻ്റെ നടപ്പ്, എൻ്റെ പ്രവൃത്തി, എൻ്റെ വിചാരങ്ങൾ, ചിന്തകൾ, എൻ്റെ നോട്ടങ്ങൾ,
എൻ്റെ വേഷവിധാനങ്ങൾ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ. അപ്പോൾ ഇവിടെ എല്ലാം എന്നെ നോക്കിയിരിക്കുന്നവരുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഞാൻ എവിടെയോ കേട്ട ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ആന്റി അടുത്ത് താമസിച്ച അവരുടെ ജീവിതം കണ്ടിട്ട് മാനസാന്തരപ്പെട്ടു. ഞാൻ ഒരു പേരങ്ങ് പറയുക, മറിയാമ്മാമ എന്ന് പറഞ്ഞൊരു പേരങ്ങ് പറയുക. ആ മറിയാമ്മാമ വിളിക്കുന്ന ദൈവത്തെ എനിക്ക് വിളിക്കണം. അവിടെ ഒരു അക്രൈസ്തവരായ ഒരു സഹോദരി, അവര് ക്രിസ്തീയ വിശ്വാസത്തിലല്ല. നിങ്ങൾ ഈ സാക്ഷി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാനൊരു പേരെങ്ങനെ പറയുക, വെറുതെ ഒരു പേര് പറയുക, മറിയാമ്മ എന്നൊരു പേര് പറയട്ടെ. ഈ മറിയാമ്മ എന്ന് പറയുന്ന നല്ലൊരു ഭക്തയാണ്, നല്ലപോലെ പ്രാർത്ഥിക്കാൻ പോകുന്ന, ഇടപെടാൻ നല്ല നീതിയുള്ള, വിശ്വസ്തതയുള്ള, സ്നേഹസമ്പന്നയായ, നല്ല സൗമ്യതയുള്ള അങ്ങനെ ഈ മറിയാമ്മ ആന്റിയെ അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരിക്ക് വളരെ പ്രിയം തോന്നി. അവരുടെ ജീവിത രീതി, അവരുടെ ജീവിത ശൈലി, അവരുടെ സംസാര ശൈലി, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ, ഇതെല്ലാം കണ്ടപ്പോൾ അവര് പറയുക, മറിയാമ്മ ആന്റി വിളിക്കുന്ന ദൈവത്തെ ആണ് എനിക്ക് വിളിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ നോക്കണം, അവൻ നമ്മളെ കണ്ട്, അല്ലെങ്കിൽ നമ്മളെ കണ്ട് വേണം മറ്റുള്ളവര് അറിയാൻ, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുവാൻ. അപ്പോൾ നമുക്ക് മാറ്റം വേണം. നമ്മൾ പലതും ഉരിഞ്ഞു കളയണം. നമ്മുടെ ജീവിതത്തിനകത്ത് പലതും പോയിട്ടില്ല. പഴയ മനുഷ്യൻ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ എന്താണ് പറയുന്നത്, കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ ഒരു പാമ്പിനെ നമ്മൾ കല്ലെടുത്ത് എറിയുമ്പോൾ അവനറിയാം ആ പാമ്പ് ഏത് തരത്തിലുള്ളതാണെന്ന്. മനസ്സിലായോ? ചിലവര് നോക്കി, ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പാപത്തിന് അവസരം കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ ഭക്തൻ ചമഞ്ഞ് നടക്കുന്നത്. പാപത്തിന് അവസരം കിട്ടുമ്പോഴും പാപം ചെയ്യാത്തവനാണ് യഥാർത്ഥ ഭക്തൻ. പാപത്തിന് അവസരം ലഭിക്കുമ്പോഴും പാപം ചെയ്യാത്ത വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ. നമ്മള് ഈ ചിലവരൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ, ഭക്തനായി ജീവിക്കാൻ വേണ്ടി ഇവിടെ എല്ലായിടം വിട്ടങ്ങ് പോവും. അങ്ങനെ ഒരു വേർപാടല്ല. ഈ സമൂഹത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വിട്ടുപോകാനാണ്. ഈ സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മൾ വ്യത്യസ്തനായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ഭാവം വേണം, ക്രിസ്തുവിന്റെ സ്നേഹം വേണം, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വേണം. അപ്പോഴേക്ക് ഞാനിവിടെ മനസ്സിലാക്കുന്നത്, ഇവിടെ എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ, അവർ നമ്മൾ മരിക്കണം. റോമർക്കെഴുതിയ ലേഖനത്തെ നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപമായി ഏതൊരു വ്യക്തിയെ, അല്ലെങ്കിൽ അനുരൂപമായ വ്യക്തിയെ പുനരുത്ഥാനത്തോട് അനുരൂപമാകും, അല്ലെ? പുനരുത്ഥാനത്തോട് നമ്മൾ അനുരൂപമാകും. ഇവിടെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചു. പിന്നെ നമ്മളിൽ എന്തില്ല? അത് പാപങ്ങളില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ വരുക. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം, നമ്മളിൽ കോപമുണ്ടാകരുത്, ക്രോധമുണ്ടാകരുത്, ഈർഷ്യയില്ല, നമ്മൾ പരദൂഷണം പറയുന്നില്ല, ദുർഭാഷണം നമുക്കില്ല, എല്ലാം വിട്ടുകളയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി മാറും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയണം. അവിടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. അതാണ് നമുക്കവിടെ വ്യത്യാസം വേണ്ടത്. ഉരിഞ്ഞു കളയണം. അതിന് മേളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നോക്കാം. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇത് പറയാം. അവിടെ നിങ്ങൾ നോക്കണം, 3 ഭാഗം കൊലോസ്യർക്കെഴുതിയ ലേഖനം 3 പോയിന്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, 3-ാം അധ്യായത്തില് 5-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പോഴ് നമ്മൾ ചില അവയവങ്ങളുടെ സ്വഭാവങ്ങളെ മരിപ്പിപ്പിക്കണം. 2-ാമത് പറയുന്നു, 9-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, 8-ാം വാക്യത്തിൽ പറയണം, വിട്ടുകളയണം. ആമേൻ, വിട്ടുകളയണം. നിങ്ങളുടെ പഴയ 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. ഇനി 10-ാം വാക്യത്തിൽ നോക്കിയേ, പുതിയ മനുഷ്യനെ ധരിക്കണം.
നമ്മൾ ക്രിസ്തുവിനെ ധരിക്കണം. അവർ പഴയ മനുഷ്യനായിരുന്നു. നമ്മൾ പണ്ട് മരിച്ച എഫേസ്യർ 2:5 നോക്കിയേ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ക്രിസ്തുവിലായി, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പോൾ നോക്കണം സഭയുടെ പ്രവൃത്തി എന്താ, നമ്മുടെ പ്രവൃത്തി എന്താ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. രണ്ടാമത് പറയുന്നു, പുതിയ മനുഷ്യനെ ധരിക്കണം, ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആമേൻ, എഫേസ്യർ 2:5 പറയുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ, ആമേൻ, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നമുക്ക് റോമർക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മൾ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വേണം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വേണം. അങ്ങനെയെങ്കിൽ നമ്മൾ അവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെടും. നിങ്ങൾക്ക് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. മനസ്സിലായോ? നിങ്ങൾ പഠിച്ചു കാണും. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ എന്താ പഠിച്ചത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കണ്ടോ? അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു. അതിന് നമ്മൾ ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് രക്ഷയില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ, യേശുവിന്റെ രക്തം ചൊരിഞ്ഞല്ലാതെ, യേശുവിന്റെ രക്തത്തിലൂടെ അല്ലാതെ പാപിയായ നമുക്കൊരു രൂപാന്തരമില്ല, പാപത്തിൽ നിന്നൊരു മോചനമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ അപ്പോൾ നമ്മൾ ആ ക്രിസ്തുവിൽ യേശുവിനെ വിശ്വസിച്ച്, ആ യേശുവിനെ നമ്മുടെ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ തെറ്റുകളെ കുറവുകളെ എല്ലാം ഏറ്റുപറഞ്ഞ്, യേശുവിന്റെ രക്തത്തിലൂടെ നമ്മൾ മോചനം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞ് പിതാവ് തെരഞ്ഞെടുത്തു. അവിടെ നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവ് തെരഞ്ഞെടുത്തു, പുത്രൻ വീണ്ടെടുത്തു, പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ട് വെച്ചിരിക്കുക, പുത്രൻ വീണ്ടെടുത്തിരിക്കുക. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് അറിയാം, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. യേശുവിന്റെ രക്തത്താൽ നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വിശേഷതയുള്ളവരാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവൃത്തിയാണ് നമ്മൾ ഒരു സഭയായി മാറണമെങ്കിൽ, മണവാട്ടിയാകുന്ന സഭയായി മാറണമെങ്കിൽ, മണവാളൻ വരുമ്പോൾ മണവാട്ടിയാകുന്ന സഭയായി ഞാൻ മാറണമെങ്കിൽ ഏതൊക്കെ പ്രവൃത്തി നടക്കണം? 1, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. 2, പുതിയ മനുഷ്യനെ ധരിക്കണം. 3, 4:25 പറയുന്നു, നാവിനെ നിയന്ത്രിക്കണം. അപ്പോൾ നോക്കിയേ, 4:25 നോക്കിയേ, ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവീൻ. നാം എന്താണ്? തമ്മിൽ അവയവങ്ങളല്ലോ. നമ്മൾ അവയവങ്ങളാണ്, നാം തമ്മിൽ അവയവങ്ങളാണ്. അതെവിടാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ ഒന്ന് നോക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 പത്രോസ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പത്രോസ് 1 പത്രോസ് 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നു. 1 പത്രോസ് 2:3, നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. കണ്ടോ? അപ്പോൾ എന്തായി പണിയപ്പെടുന്നു? നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹം. കണ്ടോ? അവിടെ എന്താണ് പറയുന്നത്? ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലുണ്ട്. നമ്മൾ താഴോട്ട് നിങ്ങൾ വായിക്കണം. വിശ്വസിക്കുന്ന ആമേൻ പ്രൈസ് ഗോഡ്. യേശു അവിടെ നിങ്ങൾ താഴോട്ട്
8 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക. യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് നമ്മൾ ചേർന്ന് പണിയപ്പെടുകയാണ്. അപ്പോൾ യേശുവിന്റെ രക്തത്തിലൂടെ നമ്മൾ ആമേൻ നമ്മൾക്ക് പാപമോചനം ലഭിച്ചതിന് ശേഷം ആമേൻ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് നമ്മൾ ചേർന്ന് പണിയപ്പെടണം. അങ്ങനെയെങ്കിൽ ഈ കല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ചേർന്നിരിക്കേണ്ടതിന് ക്രോധമോ കോപമോ വിദ്വേഷമോ പകയോ പിണക്കമോ എന്ന മുഴപ്പ്, അല്ലെങ്കിൽ ആ തള്ളി നിൽക്കുന്ന മുഴപ്പ്. നമ്മളറിയാം, കയ്യാല കെട്ടുന്നവർ, കല്ല് കെട്ടുമ്പോൾ കയ്യാല കെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. അതിനെ ഒന്ന് ചെത്തി ചേർത്ത് വെക്കാൻ വേണ്ടി, 2 കല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കാൻ വേണ്ടി ചില മുഴകളെയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് തട്ടി വെച്ചിട്ടാണ് അടുത്ത് വെക്കുന്നത്. അതിന് ചേർന്നിരിക്കണം, ചേർന്നിരിക്കുവാൻ തക്കവണ്ണം. അപ്പൊ നോക്കിയേ, യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് നമ്മൾ ചേർന്നിരിക്കണമെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? 1 പത്രോസ് 1:15 എന്റെ ഓർമ്മ, 1 പത്രോസ് 1:15 അല്ല, ഇങ്ങനെ പറയുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. കണ്ടോ? അപ്പൊ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് നമ്മൾ ചേർന്ന് പണിയപ്പെടണമെങ്കിൽ യേശുക്രിസ്തു വിശുദ്ധനാണ്, അതുകൊണ്ട് ഞാനും വിശുദ്ധനായിരിക്കണം, വിശുദ്ധിയായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ചേർന്ന് പണിയപ്പെടുവാൻ കഴിയുകയുള്ളൂ. അവിടെ നോക്കണം, ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്? അവിടെ ഇങ്ങനെയാ പറയുന്നത്, 4:25 ആകയാൽ ഫോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അവിടെ നാവിനെ നിയന്ത്രിക്കണം. നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇനി 15 മിനിറ്റ് ഉണ്ടല്ലോ. ആമേൻ, പ്രൈസ് ഗോഡ്. ശക്തനായ ഒരു പ്രവാചകൻ തിരുവചനത്തിലൂടെ പ്രൈസ് ഗോഡ് നമുക്ക് കാണുവാൻ കഴിഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. നമുക്ക് വായിക്കാൻ പറയല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അവിടെ 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാവിനോട് സംസാരിക്കുന്നത് എന്താ? വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇസ്രായേൽ ജനത്തിനെ കുറിച്ച് പറയുന്നത്. കാള തന്റെ ഉടയവനെ അറിയാം, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയാം, എന്നാൽ എന്റെ ജനം അറിയുന്നില്ല. യെശയ്യാവേ, എന്റെ ജനം അറിയുന്നില്ല. അത് യെശയ്യാവിനോട് പറയുക, എന്റെ ജനം അറിയുന്നില്ല. കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എന്റെ ജനം അറിയുന്നില്ല. 2-ാം അധ്യായം നിങ്ങൾ വായിക്കേ, 3-ാം അധ്യായം വായിച്ചേ, 4-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചേ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ ആ ഭാഗം വായിച്ച് പെട്ടെന്ന് പോവുക. 5-ാം അധ്യായത്തിൽ ഫലവത്തായ ഒരു കുന്നിന്മേൽ ഞാൻ നല്ല വകയാ നട്ടത്, മറ്റേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. നമ്മളെ നട്ടത് നല്ല വകയായിട്ടാ നട്ടത്. നമ്മൾ കായ്ക്കുന്നത് കാട്ടുമുന്തിരിങ്ങയാണോ? പുളിച്ച മുന്തിരിങ്ങ എന്തിനു കൊള്ളാം? കർത്താവിന് വേണ്ടി നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറണം, കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. 5-ാം അധ്യായം വരെ കേട്ട പ്രവചന ശബ്ദം കേട്ട, ദൈവ ശബ്ദം കേട്ട യെശയ്യാവ് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ട് അവിടെ 6-ാം അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നത്, എന്റെ നാവ് പാപമുള്ളത്. നാവ് നോക്കിയേ, താൻ ക്രമീകരണത്തിന് വിട്ടുകൊടുക്കുക. അവിടെ നിങ്ങളൊന്ന് വായിക്കണം, യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. അവിടെ യെശയ്യാവ് എപ്പോൾ തന്റെ നാവ് ക്രമീകരിച്ചോ അപ്പോഴാണ് യെശയ്യാവ് നോക്കി, അന്ന് തൊട്ട് യെശയ്യാവിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഏത് വ്യക്തി എപ്പോൾ ക്രമീകരിക്കുന്നു അപ്പോൾ അവനെ അടിമുടി മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് യേശുവിനെ ജനിക്കുന്നതിനും യേശുവിന്റെ മരണത്തെക്കുറിച്ചും പ്രവചനാത്മാവിൽ എഴുതിയ ശക്തനായ ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അത് നമ്മൾ മറന്നു പോകരുത്. ശക്തനായ ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ കഴിഞ്ഞു. എപ്പോഴാണ്? യെശയ്യാവിന് വേണമെങ്കിൽ പറയാം, പാപമുള്ള ജനമാ, ഈ ജനത്തിന്റെ നാവ് മൊത്തം പാപമാ, ഈ ജനത്തിന് നാവിനെല്ലാം പാപമുണ്ട്, എന്നാ അതുകൊണ്ട് എന്റെ നാവും അകൃത്യമുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചോ? ഇല്ല. അയ്യോ, ഞാൻ ദൈവശബ്ദം കേൾക്കുന്നവനാ. അപ്പൊ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നവനായതുകൊണ്ട് എന്റെ നാവ് അകൃത്യമുണ്ടാകാൻ പാടില്ല. കണ്ടോ? അപ്പോൾ ഈ നാവിനെ ക്രമീകരിക്കണം. നമ്മൾ നാവിനെ ക്രമീകരിക്കുന്നില്ല. അപ്പോൾ സഭയാകുന്ന നമ്മൾ
പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, പുതിയ മനുഷ്യനെ ധരിക്കണം. 4:25-11 നാവിനെ നിയന്ത്രിക്കണം. നാലാമത്തത് കോപാവേശത്തെ നിയന്ത്രിക്കണം. 4:26-27 വാക്യം വായിച്ചേ. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. വർഷങ്ങളായിട്ട് നമ്മുടെ സഭയ്ക്കകത്ത് പിണങ്ങിയിട്ട് കർത്തൃമേശ കൊള്ളുന്നവരല്ലേ ഉള്ളത്. ഇന്നിപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ സ്നേഹചുംബനം പല സഭകളിലും ഇപ്പൊ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹചുംബനം കോവിഡ് അല്ല, ഈ കർത്തൃമേശയുടെ സമയത്ത് പിണങ്ങി ഇരിക്കുന്നവരുടെ അടുത്തേ ഇരിക്കാറില്ല. മാറിയിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മാറിയിരിക്കുന്നതൊക്കെ കർത്തൃമേശയുടെ സമയത്ത് എഴുന്നേറ്റ് സ്നേഹചുംബനം കൊടുക്കേണ്ടി വന്നാലോ എങ്ങനെ നമുക്ക് സ്നേഹചുംബനം കൊടുക്കാൻ കഴിയും? മാറിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവൾ പിണങ്ങി കോപിച്ചു. നമ്മൾ പലരോടും കോപിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുവരെ അങ്ങനെ അവിടെ കാണുന്നത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പറഞ്ഞ് രമ്യതയിലാക്കണം. നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ എത്രയോ കാര്യങ്ങളെ രമ്യതയിലാക്കാത്തതുണ്ട്. അങ്ങനെയാണെങ്കിൽ 2-ാം അധ്യായം നമ്മൾ പഠിച്ച് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എഫേസ്യ ലേഖനമൊക്കെ പഠിച്ചു പോയി. അവൻ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെയും മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. കണ്ടോ? മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിനെ അനുസരിച്ച് നടന്നു. നമുക്ക് അവിടെ അങ്ങനെ അങ്ങ് വിടുക. അപ്പോൾ നോക്കിക്കേ, അവിടെ കോപാവേശത്തെ നിയന്ത്രിക്കണം. 26-27 പിശാചിന് ഇടം കൊടുക്കരുത്. അവിടെ കോപം നിമിത്തമാണ്, മോശയുടെ കോപമാണ് അവിടെ ഒരു കൊലപാതകം ചെയ്യാൻ കാരണം. കായീന്റെ കോപമാണ് ഹാബേലിനെ കൊല്ലുവാൻ കാരണം. അവൻ തിന്മയാ ചെയ്തത്. നോക്കിയേ, അവിടെ അങ്ങനെ വിടുകയാ. 4:28 കൂടെ വായിക്കാം. കള്ളനെ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രയേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? മോഷണശീലം നിർത്തലാക്കണം. അപ്പോഴ് സഭയുടെ നടത്ത് നമ്മളാകുന്ന, ഞാനാകുന്ന സഭയുടെ ഏതെല്ലാം പ്രവൃത്തിയാണ് വേണ്ടത്? ഞാൻ എടുക്കപ്പെടേണ്ടതിന്, ഞാനാകുന്ന സഭ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഏതെല്ലാം പ്രവൃത്തി ചെയ്യണം? 1, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. 4:22 പുതിയ മനുഷ്യനെ ധരിക്കണം. 4:23-24 നാവിനെ നിയന്ത്രിക്കണം. 4:25 അത് കഴിഞ്ഞ് 4:26-27 കോപാവേശത്തെ നിയന്ത്രിക്കണം. ഇനി 4:28 മോഷണശീലം നിർത്തലാക്കണം. അപ്പോൾ കണ്ടോ, മോഷണശീലം നിർത്തലാക്കണം. 28 എന്താ പറഞ്ഞത്? കള്ളനിനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലതുപോലെ പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ഏതെല്ലാം തരത്തിലുള്ള മോഷണം നമ്മളാ നടത്തുന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വെച്ചാണ് നിർത്തിയ 4:30 അടുത്ത പോയിന്റ്. അപ്പോഴ് അഞ്ചാമത്തെ പോയിന്റ്, 4-ാമത്തെ പോയിന്റ്. അപ്പോൾ നോക്കിയേ, മോഷണശീലം നിർത്തലാക്കണം. ഇനി 5-ാമത്തെ പോയിന്റ്, ഒന്നിനാലും 4:30 ഒന്നിനാലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 30-ാമത്തെ വാക്യം കണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കർത്താവിന്റെ വരവെങ്കിൽ സഭയാകുന്ന ഞാൻ എടുക്കപ്പെടണമെങ്കിൽ എന്റെ പ്രവൃത്തിയിൽ വരേണ്ട മാറ്റങ്ങളാണ്. 1, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. 2, പുതിയ മനുഷ്യനെ ധരിക്കണം. 3, നാവിനെ നിയന്ത്രിക്കണം. 4, കോപാവേശത്തെ നിയന്ത്രിക്കണം. പക്ഷെ മൈക്ക് മ്യൂട്ടാണ്. കേട്ടില്ലായിരുന്നോ? ഇടയ്ക്ക് ഇതായി പോയി അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. 4:30 ഒന്നുകൂടെ പറഞ്ഞു. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. അവിടെ ഇനി അടുത്ത പോയിന്റ്,
പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ഇനി ഏതൊക്കെ രീതിയിലാണ് ചിലപ്പോൾ നമ്മുടെ സാധ്യതകൾ വരാൻ സാധ്യതകളുള്ളത്? നമ്മൾ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. പല ശുശ്രൂഷകന്മാരും എന്റെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ന ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടാണ് അനേകരെ രൂപാന്തരപ്പെടുത്തിയത്, അനേക മാനസാന്തരപ്പെടുത്തി, അനേകരെ സ്നാനപ്പെടുത്തിയത് എന്നൊക്കെ നമ്മൾ പറയുവാൻ പറയുന്നു. ഇതൊക്കെ ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നമ്മൾ ഇടം കൊടുക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ ഇടം കൊടുക്കണം. ഇവിടെ 30 വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടപ്പെടുക. ഇത് ഒത്തിരി ഇങ്ങനെ ഓരോ പോയിന്റുകളും പ്രധാനപദമായിട്ട് പറയണമെങ്കിൽ വലിയ ഒത്തിരി ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ ദുഃഖിപ്പിക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളുണ്ടെന്നൊക്കെ ഒത്തിരി സബ്ജക്റ്റ്. അതൊക്കെ അങ്ങനൊന്നും നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ റെഫറൻസ് എടുത്തിട്ട് പറയേണ്ടി വരും. ഞാൻ ഇന്ന് ജസ്റ്റ് ഈ 4-ാം അധ്യായത്തിൽ നിന്ന് സഭയെക്കുറിച്ച്, സഭയുടെ പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മളെ സഭയാകുന്ന നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് മാത്രം പറഞ്ഞ് ഞാനത് വിടുക. അപ്പോഴ് പരിശുദ്ധാത്മാവിനെ എങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ഞാൻ പറയും, മോശെ കുറ്റം പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു പറയും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് എങ്ങനെയാ? തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരില്ലേ ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ ദാസിമാരും? ശുശ്രൂഷയ്ക്ക് വിളിച്ചത് പരിശുദ്ധാത്മാവല്ലേ? ഒരു ദൈവമക്കളെ കുറ്റം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ആരുടെയാണ്? ദൈവമാണ് തെരഞ്ഞെടുത്തത്. പരിശുദ്ധാത്മാവിനെതിരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. ദൈവദാസന്റെ ദാസന്മാർക്കെതിരെ കുറ്റം പറയാൻ പാടില്ല. ദൈവമക്കൾക്കെതിരെ കുറ്റം പറയുവാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. നോക്കിയേ, ജനത്തെ ശിക്ഷിച്ചു, മിരിയാമിനെ ശിക്ഷിച്ചു. എന്നാൽ നിങ്ങൾ അഹരോൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, ശിക്ഷിച്ചോ? പിന്നത്തേതിൽ അത് വേറെ വശം. ആ സമയം ശിക്ഷിച്ചില്ല. നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മിരിയാമ് കുഷ്ഠരോഗിയായി മാറി, ശിക്ഷ വാങ്ങി, ജനം ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ നമ്മൾ വിരലുകളോ അല്ലെങ്കിൽ നാവുകളോ ചലിക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവാണ് അവരെ തെരഞ്ഞെടുത്തത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കെതിരെ, ദൈവാത്മാവിനെതിരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കെതിരെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനെതിരെ, ഇതിനെ ദുഃഖിപ്പിക്കുന്ന നിലവാരത്തിലുള്ള ഒരു പ്രവൃത്തിയോ ഒരു സംസാരമോ നമ്മുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് വരുവാൻ പാടുള്ളതല്ല. അടുത്തത്, സകല ദുർഗുണങ്ങളെയും വിട്ടൊഴിയണം. 31 നോക്കിയേ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങൾ വിട്ടൊഴിയണം. എന്തൊക്കെയാണ്? നമ്മൾ മറ്റുള്ളവരുമായുള്ള കയ്പ്, കോപം അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രോധം നമ്മൾ നേരത്തെ പറഞ്ഞു, കുറ്റാരവം, ദൂഷണം, സകല ദുർഗുണവും നിങ്ങൾ വിട്ട് ഒഴിഞ്ഞു മാറണം. ആ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കാനൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എത്രയോ പറയുന്നുണ്ട്, മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുന്നുണ്ട്, അല്ലേ? ദൂഷണം പറയുന്നുണ്ട്. എത്ര പേരെ നമ്മൾ ദൂഷണം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അകൃത്യങ്ങളാലും പാവങ്ങളാലും നമ്മൾ മരിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കണം. 2-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണണം. 2-ാം അധ്യായം വളരെ ചിന്തനീയമാണ്, വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ നാവ് ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ക്രമീകരിക്കണം. നമ്മുടെ കോപത്തെ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടോ? മോശ എന്ന വ്യക്തിയെ ശുശ്രൂഷയിലേക്ക് തന്റെ സ്വയം തീരുമാനത്തിൽ മോശ വന്നപ്പോൾ കോപിഷ്ഠനായിരുന്നു. എന്നാൽ ദൈവത്താൽ മരുഭൂമിയിൽ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ച് ആമേൻ പ്രൈസ് ഗോഡ് സകലതും പഠിച്ച് ആമേൻ പ്രൈസ് ഗോഡ് ക്രമീകരിക്കപ്പെട്ടൊക്കെ മോശ വരുന്നുണ്ട്. ദൈവം കൊണ്ടുവന്ന സമയം 12-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്, സൗമ്യനായിരുന്നു നമുക്ക് അവിടെ പറയുന്നുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. നോക്കിയേ,
ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, സകല ദുർഗുണങ്ങളെയും വിട്ടൊഴിയണം. എല്ലാം ആമേൻ. സകല എല്ലാ സ്വഭാവങ്ങളെയും, വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളെയും നമ്മൾ വിട്ടൊഴിയണം. വിട്ടുകളയേണ്ടതിന് നമ്മൾ വിട്ടുകളഞ്ഞേ പറ്റൂ. അടുത്ത അവസാനത്തെ ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അവിടെ ഇങ്ങനെ എല്ലാവരോടും എപ്പോഴും ക്ഷമിക്കണം. അവിടെ നമ്മളാകുന്ന സഭ, മണവാട്ടിയാകുന്ന സഭ, വിശുദ്ധിയോടിരിക്കേണ്ട സഭ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവേൻ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവേൻ. അപ്പോൾ ഞാൻ വിശുദ്ധിയോടെ മണവാട്ടിയായി മണവാളനെ എതിരേൽക്കപ്പെടേണ്ടതിന് ഞാനാകുന്ന സഭ എന്നെ തന്നെ ക്രമീകരിച്ച് ചെയ്യണമെങ്കിൽ എല്ലാവരോടും എപ്പോഴും ക്ഷമിക്കുന്നവരായി മാറണം. അതിനാ നമ്മൾ പറഞ്ഞ ദീർഘക്ഷമ. 4-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ 4-ാം അധ്യായം ആദ്യത്തെ വാക്കിൽ അവിടെ വായിച്ചു 3-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ 2-ാം വാക്യത്തിൽ സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യും. അപ്പോൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. നമുക്ക് ക്ഷമിക്കുവാനാ കഴിയാത്തത്. പലപ്പോഴും പലർക്കും ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, പൊറുക്കുവാൻ കഴിയുന്നില്ല. ക്ഷമിക്കുക എന്നുള്ളതല്ല, അടുത്ത ഒരു പടിയും കൂടെ കിടന്നുകൊണ്ടാണ് ദീർഘക്ഷമ. നിരന്തരമായി ഒരു വ്യക്തിയോട് 1 വട്ടം 2 വട്ടം പറയുന്നുണ്ട്. എന്റെ സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 1 വട്ടം മതിയോ? 2 വട്ടം മതിയോ? 7 വട്ടം മതിയോ? 70 വട്ടം. ദീർഘക്ഷമയാ പറയുന്നത്. ദീർഘക്ഷമ ഇവിടെ പറയാ, ദീർഘക്ഷമ. അവിടെ നോക്കിയേ, ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ തമ്മിൽ മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. നമ്മൾ ചെയ്ത പാപത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ചെയ്ത തെറ്റെന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അതിക്രമങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളൊക്കെ നമ്മളോട് ക്ഷമിച്ച ദൈവം, അങ്ങനെയെങ്കിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ ദൈവം നമ്മളോട് ക്ഷമിച്ചുവെങ്കിൽ നമ്മളും ക്ഷമിക്കണ്ടേ? ക്ഷമയുള്ളവനായി മാറണം, ദീർഘക്ഷമയുള്ളവനായി മാറണം. അപ്പൊ ഞാൻ പറയുന്നു, ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഇതാണ്. ആമേൻ. നമ്മളാകുന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് നമ്മൾ ചേർന്ന് പണിയപ്പെടുന്ന ആത്മീയ ഗൃഹമായി സഭയായി പണിയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ മണവാട്ടിയാകുന്ന സഭ ആകണമെങ്കിൽ നമ്മൾ ചില പ്രവർത്തികൾ വെളിപ്പെട്ടേ മതിയാകൂ. 1, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. 2, പുതിയ മനുഷ്യനെ ധരിക്കണം. മൈക്ക് മ്യൂട്ടായി വീണ്ടും. പക്ഷെ മൈക്ക് മ്യൂട്ടായി. കേൾക്കുന്നുണ്ടോ? കേൾക്കാതെ ഒന്നല്ലേ? നമ്മുടെ ഈ ശരീരമാകുന്ന ഈ ശരീരം വിശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. മണവാളൻ വരുമ്പോൾ മണവാട്ടിയാകുന്ന സഭ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തില് 11 പക്ഷെ കേൾക്കുന്നില്ല. അത് കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനായിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനായിരുന്നു കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടേണ്ടതിന് ഒരുക്കത്തോടെ നമ്മളായിരിക്കാം. ഈ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 4 ഈ ഭാഗം ഞാൻ പെട്ടെന്ന് ഓടിച്ചു ചില സഭയെക്കുറിച്ചുള്ള പോയിന്റുകൾ പറഞ്ഞതേ ഉള്ളൂ. ദൈവദാസൻ വന്നതിന് ശേഷം 5 ഫോൾഡ് മിനിസ്ട്രി
കുറിച്ചൊക്കെ ദൈവദാസർ നിങ്ങളെ പഠിപ്പിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ എഫേസ്യ ലേഖനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ മീറ്റിംഗ്, ഈ സൂമിലായിരിക്കുന്ന ലീഡ് ചെയ്യുന്ന ദൈവദാസനെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഞാൻ വലിയ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എന്നാൽ ദൈവദാസൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവം തന്ന ആ ഒരു അറിവും നിയോഗവും അനുസരിച്ച് ചെയ്തു തന്നേ ഉള്ളൂ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അനുഗ്രഹീതമായ ദൈവവചനം ബൈബിൾ പഠനം നമ്മൾക്ക് ലഭിച്ചു. പ്രത്യേക ഹെർലിൻ പാസ്റ്റർക്ക് പകരമായിട്ട് ജേക്കബ് പാസ്റ്റർ നമ്മുടെ ഇടയിലേക്ക് ദൈവം അയച്ചു. അനുഗ്രഹീതമായ സഭയുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യവണ്ണം ആയിരിക്കണം. നമ്മൾ പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോടെ നടക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിക്കുന്നവരായിരിക്കരുത്. സകല ദോഷവും സകല ദുർചിന്തകളും വിട്ടുകൊണ്ട് വേണം നമ്മൾ പുതിയ നിയമസഭയായ ക്രിസ്ത്യ വിശ്വാസികൾ, കർത്താവിന്റെ മണവാട്ടിയായ നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം കുറവ് മൂലം ഞാനത് എടുത്തു പറയുന്നില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ നമ്മളെ ഒന്ന് മാറ്റി ചിന്തിക്കുവാൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ, ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ വീണ്ടും ധരിക്കുവാൻ നമുക്കൊരു ആഹ്വാനവും കൂടാണ് ദൈവദാസൻ ചെയ്ത്. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, തന്റെ ശുശ്രൂഷകളെ മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗെ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യുവാനായിട്ട് സന്നിമത്തായി പാഷ ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ടി കെ ജോസ് പാഷ പ്രാർത്ഥിച്ച ആശീർവാദം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നാം ഈ സമയം വരെ ദൈവത്തിന്റെ പാദപടെ താണിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെ ശ്രവിപ്പാൻ കർത്താവ് സഹായിച്ചു. പൂർണ്ണമായും എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഭാഗികമായി ക്ലാസ്സിൽ പങ്കെടുപ്പാൻ കർത്താവ് ഇടയാക്കി. തന്മുഖാന്തരമാണ് ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷകളില് എല്ലാ നിലവാരങ്ങളും കർത്താവ് വചനത്താൽ നമ്മെ ഉരുത്തിരിഞ്ഞ് ദൈവത്തിന്റെ മക്കളായി ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിപ്പാൻ സർവ്വലവനെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി ഒരു പുതു മനുഷ്യനായി, ഒരു പുതിയ സൃഷ്ടിയായി 2024 ദൈവത്തിന്റെ വചനത്തിന്റെ ആഹ്വാന പ്രകാരം നമ്മുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ട് ദിവസം നമുക്കായിരിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല കർത്താവേ, ദൈവത്തിന്റെ നാമത്തിനായി സ്തോത്രം ചെയ്യും, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹമേറിയ രാത്രിയുടെ യാമത്തിൽ കർത്താവേ, ട്രിനിറ്റി ഇന്റർ പ്രയർ മിനിസ്ട്രിയുടേതായ അഭിമുഖത്തിൽ കടപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ കടന്നു വന്നതായ ബഹുമാനി ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ പിതാവ് അവിടെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനം ആധികാരികതയോടെ പഠിപ്പിപ്പാൻ തന്റെ ദാസനെ കർത്താവ് കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചുവല്ലോ. എന്റെ പ്രിയനായ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. കർത്താവിന്റെ വചനം പഠിച്ചതായ എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ് ലീഡിയതായ പ്രിയ സ്റ്റീഫൻ ജേക്കബ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എന്റെ ദാസനെയും കുടുംബമായി അവിടെ അനുഗ്രഹിക്കണമേ. എന്റെ ഗാനങ്ങളെ പാടി ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ പ്രിയ ഷാജി പാസ്റ്ററെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ കർത്താവ് കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചുവല്ലോ. നാഥ, അവിടുത്തെ വലിയ കൃപയെ ഓർത്തും കൂടെ സ്തോത്രം. ഇന്ന് രാത്രി സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നതായ വിലപ്പെട്ട എല്ലാ ദൈവജനത്തെയും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഓർക്കുകയാണ്. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ഇന്ന് രാത്രി അവിടെ അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേക ഞങ്ങളുടെ ചെയർമാനെ ഓർക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. തന്റെ ദാസിയെ, മക്കളെ, കൊച്ചുമക്കളെ, മനുഷ്യരുടെ മാതാവിനെയൊക്കെ ഇത്തരത്തിൽ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവ ഏവരെയും കർത്താവ് അവിടെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് മറ്റ് ഔദ്യോഗികമായ നിലവാരം നിൽക്കുന്നതായ എല്ലാ ദൈവവാക്തന്മാരെയും ഈ രാത്രിയിൽ ഓർക്കുന്നു. സ്വർഗോടെ അനുഗ്രഹിച്ചാട്ടെ. ഈ കർത്താവ് അല്പസമയം ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഇവനും കുടുംബമായിരിക്കാനും കർത്താവ് ഇടയാക്കിയല്ലോ. എന്റെ പ്രിയനായ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. ശകലത്തിന്റെയും ഉടയവനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമസ്തം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് രാത്രിയിൽ കേരളൻ സാറിന് കടന്നു വരാൻ കഴിയാത്തതായ നിലവാരങ്ങളിലായിരുന്നുവല്ലോ. കൃതാസനമായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് കൃപയോടൊന്ന് കൂടിയിരിക്കുമാറാകണം. ഞങ്ങൾ കൂടിക്കാണുകളും ക്രൂശിന്റെ മറവിൽ അവിടുന്ന് മറച്ചുകൊള്ളുമാറാകണം. ദൈവകാര്യങ്ങളിലേക്ക് സമസ്തവും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും കൂടി വരുവോളും ഈ രാത്രിയിൽ ട്രിനിറ്റി പ്രൈം മിനിസ്ട്രിയുടേതായ പ്രവർത്തനങ്ങളോടും
ഇതിനകത്ത് ദൈവനം പഠനത്തിനായി കടന്നു വന്ന അനുജനത്തോടും പഠിപ്പിച്ചതിന്റെ അധ്യാപകനോടും മറ്റെല്ലാ ശ്രേഷ്ഠരായ പ്രിയമുള്ളോടും കർത്താവിന്റെ മുഖത്തെ പ്രശ്നത വരെ നിന്ന് മുതൽ നയിക്കും മാറാത്ത കൃപാവരങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിൽ ജയന നിബന്ധന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.